കൂടുതൽ വിവരങ്ങൾക്കായി ദില്ലിയിലേക്ക് PR സുനിലേക്ക് പോകാം. ഗുഡ് ഈവനിംഗ് PR സുനിൽ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ആദ്യ പടി അതിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ഭിന്നസ്വരങ്ങൾ എതിർസ്വരങ്ങൾ ശക്തമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു നീക്കമാണ്. ആത്മവിശ്വാസമുണ്ടോ കേന്ദ്ര സർക്കാരിന്? സുജിയ, 3-2 ഭൂരിപക്ഷം വേണം ഈ ബില്ല് പാർലമെന്റ് പാസ്സാക്കാൻ, ലോക്സഭയിൽ പാസ്സാക്കാൻ. ഏതായാലും നിലവിൽ കേന്ദ്ര സർക്കാരിന് അത്രയും ഭൂരിപക്ഷം ഇല്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളിൽ ചില പാർട്ടികളുടെ പിന്തുണ ഏതായാലും ഈ ബില്ല് പാസ്സാക്കാൻ സർക്കാരിന് വേണ്ടിവരും. ഏതായാലും ഇക്കാര്യത്തിലൊരു സമവായ നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇന്ന് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 269 അംഗങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ഭരണപക്ഷത്തു നിന്ന് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തിയത്. 198 അംഗങ്ങളാണ് ബില്ലിനെ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയത്. 542 അംഗങ്ങളാണ് ലോക്സഭയിൽ ആകെ ഉള്ളത്. ഇതിൽ NDA പക്ഷത്ത് 298 അംഗങ്ങളാണ് NDA പക്ഷത്തുള്ളത്. പ്രതിപക്ഷ പാർട്ടികളായി 233 പേർ, മറ്റുള്ളവർ 11 പേർ. 362 3-2 ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 362 അംഗങ്ങളുടെ പിന്തുണ വേണം ഈ ബില്ല് പാസ്സാകാൻ. അതുകൊണ്ട് 3-2 ഭൂരിപക്ഷം ഉറപ്പാക്കുക എന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ശ്രമകരമായ ദൗത്യം തന്നെയായിരിക്കും. ഏതായാലും ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാം എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സ്പീക്കർ ഓം ബിർള തീരുമാനമെടുക്കേണ്ടതുണ്ട്. JPC സംബന്ധിച്ചുള്ള പ്രമേയം വരും ദിവസങ്ങളിൽ ലോക്സഭയിൽ വയ്ക്കും. അത് അംഗീകരിച്ച ശേഷമായിരിക്കും പിന്നീട് JPCയുടെ പരിഗണനയിലേക്ക് ബില്ല് വിടുക. JPCയിലെ ചർച്ചകൾക്ക് ശേഷം JPC റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഏതായാലും ഇതൊരു വലിയ നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ചരിത്രപരമായ നീക്കം തന്നെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. അതിനായുള്ള ബില്ല് ലോക്സഭയിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇത് പാസ്സാക്കാനുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കുമെന്നത് കാത്തിരുന്ന് കാണാം. നിലവിലെ ഒരു അംഗബലം അനുസരിച്ച് ഈ ബില്ല് പാസ്സാക്കുക സർക്കാരിനെ സംബന്ധിച്ച് ശ്രമകരമായ ദൗത്യമായിരിക്കും. സുജിയ, ഈ ഡിസംബർ 13-ാം തീയതി ബില്ലിന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നല്ലോ PR സുനിൽ. 2034 വരെ 10 വർഷം കഴിഞ്ഞ് നടപ്പാക്കൂ എന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കക്ഷികളുടെ, പ്രത്യേകിച്ചും തൃണമൂൽ പോലുള്ള കക്ഷികളുടെ മൗനം കാണുന്നില്ലേ? അവരെ അടക്കം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ, ഇതിനെ അനുകൂലിക്കാൻ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിക്കാനുള്ള സാധ്യതകൾ തേടുകയാണോ? അതിനായാണോ സംയുക്ത പാർലമെന്ററി സമിതി എന്നൊക്കെ പ്രതിപക്ഷം ഉയർത്തുന്ന ആവശ്യങ്ങൾക്ക്, ഡിമാൻഡുകൾക്ക് വഴങ്ങിക്കൊടുക്കാനുള്ള ഒരു നീക്കം അമിത്ഷായുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവും. എന്തായാലും 10 വർഷത്തെ ഒരു കാലാവധി ഏതായാലും ഈ ബില്ല് അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ തൽക്കാലമുണ്ട്. സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2034 മുതലാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാനുള്ള ഒരു ലക്ഷ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും അങ്ങനെ 2034 മുതൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ 2029 മുതൽ അതിൻ്റെ നീക്കങ്ങൾ സർക്കാരിന് നടത്തിയേ മതിയാകൂ. അപ്പോൾ ഈ ഉള്ള ഒരു 5 വർഷക്കാലം മോദി സർക്കാരിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. സുജയ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഏതൊക്കെ പാർട്ടികൾ ഈ ഒരു ബില്ലിനെ, ഈ ഒരു നീക്കത്തെ അനുകൂലിച്ച് രംഗത്ത് വരും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു പക്ഷേ 2029 നടന്നില്ല എങ്കിൽ പോലും ഒരുപക്ഷെ അതിനുശേഷം നടക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നതൊക്കെ തന്നെ സർക്കാരിന് മുന്നിലെ വഴികളാണ്. ഏതായാലും ഇന്ന് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും, ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിൽക്കുന്ന എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒറ്റക്കെട്ടായാണ് ഈ ബില്ലിനെ എതിർത്തത്. തൃണമൂൽ കോൺഗ്രസ് ഒക്കെ തന്നെ വളരെ ശക്തമായി ബില്ലിനെ എതിർത്ത് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയായിരുന്നു. കല്യാൺ ബാനർജി ആയിരുന്നു തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഇന്ന് ലോക്സഭയിൽ സംസാരിച്ചത്. ഫെഡറൽ സംവിധാനത്തെ ആകെ തകർക്കുന്ന ഒരു നീക്കമാണ് ഈ ബില്ല് മുന്നോട്ട് വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നാണ് കല്യാൺ ബാനർജി പറഞ്ഞത്. ഏതായാലും ഈ പാർട്ടികളുടെയൊക്കെ തന്നെ ഒരു ഭാവി നിലപാട് എന്തായിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായാലും തൽക്കാലം ഇപ്പോഴത്തെ ഒരു അംഗബലം വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഈ ബില്ല് പാസ്സാക്കുക എളുപ്പമാകില്ല. പക്ഷേ ഭാവിയിൽ ഒരുപക്ഷെ അത്തരം നീക്കങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിനെ മുന്നോട്ട് നയിക്കാൻ ഇപ്പോൾ പ്രതിപക്ഷ ചേരിയിൽ നിൽക്കുന്ന ഏതെങ്കിലും പാർട്ടികൾ തയ്യാറാകുമോ, പിന്തുണയ്ക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. ഏതായാലും ഒരു സമവായത്തിലൂടെ മാത്രമേ ഈ ഒരു നീക്കവുമായി കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സർവകക്ഷി യോഗം വിളിക്കും എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും JPC റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സർവകക്ഷി യോഗം വിളിച്ചൊരു ചർച്ചയിലേക്കൊക്കെ തന്നെ പോകുന്ന ഒരു നീക്കം സർക്കാർ നടത്താൻ സാധ്യതയുള്ളൂ. ഏതായാലും ഒരു രാജ്യം
ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതിന് പിന്നിൽ കേന്ദ്ര സർക്കാർ പ്രധാനമായും പറയുന്നത് ഒന്ന് തെരഞ്ഞെടുപ്പ് ചെലവാണ്, രണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി സാഹചര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് നടപ്പാക്കാൻ തന്നെ പ്രായോഗികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ ഇന്ത്യ മുഴുവൻ ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ തീർച്ചയായും അത്രയും വോട്ടിംഗ് യന്ത്രങ്ങൾ തയ്യാറാക്കണം, അതിനുള്ള സജ്ജീകരണങ്ങൾ വേണം. അപ്പോൾ അതൊന്നും ചെറിയ കാര്യമല്ല. അപ്പോൾ വലിയ ശ്രമകരമായ ഒരു ദൗത്യം തന്നെ സാങ്കേതികമായി കൂടി ഇക്കാര്യത്തിൽ ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു വലിയ ചർച്ച ഇനി ബാക്കിയുണ്ട്. ഓക്കെ, വ്യക്തമാണ്. പി ആർ സുനിലാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ.